വി ടി ബൽറാം കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിന് അഹംഭാവമാണ് എന്ന തരത്തിലുള്ള പരാമർശം പാർട്ടി വേദിയിലാണെങ്കിലും അത് ശരിയായ നിലപാടാണോ? അല്ലത് പാർട്ടി വേദിയിൽ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. ഏതോ സ്വകാര്യ സംഭാഷണത്തിൽ സംസാരിച്ചതാണ്. സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് ഇപ്പോൾ എന്നെക്കുറിച്ച് വിമർശിക്കുന്നവരുണ്ട്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ കുറിച്ചോ ജനറൽ സെക്രട്ടറിയെ കുറിച്ചോ KPC പ്രസിഡന്റിനെ കുറിച്ചൊക്കെ വിമർശനം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു വിമർശനം കേട്ടതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ആശയമില്ലാതാകില്ല. സ്വാഭാവികമായിട്ടും വിമർശിക്കാനുള്ള സ്പേസ് പാർട്ടിക്കകത്തുണ്ട്. അതാണ് മറ്റ് പാർട്ടികളിൽ നിന്നും കോൺഗ്രസിന് വ്യത്യസ്തമാക്കും. പറഞ്ഞാൽ തെറ്റില്ല. കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇരിക്കുന്ന സമയത്ത് ഒരു യോഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കുടുംബ സംഗമത്തിലാണ്. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. പക്ഷേ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആരും വിമർശനത്തിന് അതീതരല്ല. ഇപ്പോൾ ശശി തരൂരിനെ കുറിച്ച് പല കോണുകളിൽ നിന്നും വിമർശനമുണ്ട്. ശശി തരൂർ വിമർശനത്തിന് അതീതനാണോ? അദ്ദേഹം പാർട്ടിക്ക് അതീതനല്ല. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുമ്പോൾ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടാവും. അതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. മാത്രമല്ല അതൊന്നും പൊതുസമൂഹത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല. ഊലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് എന്ന തരത്തിലുള്ള പ്രചരണമാണ്, അഹംഭാവമാണ്, ഫോൺ എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ 2 പ്രാവശ്യം അദ്ദേഹം MLA ആയിട്ട് ജയിച്ചതല്ലേ, ജനങ്ങൾ അംഗീകരിച്ചതല്ലേ. അപ്പം അതൊക്കെ പാർട്ടിക്കകത്ത് വിമർശനങ്ങൾ ഉണ്ടാകാം. ഇത് അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ ഞാൻ MP ആയിരിക്കുമ്പോൾ എന്നെക്കുറിച്ച് വിമർശനമുണ്ട്. ആ വിമർശിക്കാനുള്ള പ്ലാറ്റ്ഫോം കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുണ്ട്.